അടുത്ത് നമ്മുടെ ഇൻസ്പെക്ടർ ഡയറിയിൽ ടേബിൾ 23 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈസ് ഓഫ് കേബിൾ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടേഴ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ജനറേറ്ററിന് ഉപയോഗിക്കേണ്ട കേബിള്. മെയിനായിട്ട് ഇതിൽ ജനറേറ്റർ എത്ര മെയിൻ സ്റ്റാൻഡേർഡ് റീഡിങ്സ് കിട്ടും, അതിൽ ഉപയോഗിക്കേണ്ട കേബിള്, അതിന് ഉപയോഗിക്കേണ്ട എർത്തിങ്, ഈ പറഞ്ഞ അതിൽ ഉപയോഗിക്കേണ്ട MCB ആണോ MCCB ആണോ എന്നുള്ള കാര്യങ്ങളും, അത് ആ ഒരു ജനറേറ്റർ പാനലിനകത്ത് എന്തൊക്കെ മീറ്റേഴ്സ് വേണമെന്നുള്ള വിവരമാണ് ഇതിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് 5 kV എന്നാണ് തുടങ്ങുന്നത്. ഇത് 3 ഫേസ് ജനറേറ്ററാണ് ഇതിൽ മെയിൻ ചെയ്തേക്കുന്നത്, സിംഗിൾ ഫേസ് അല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ 3 ഫേസിൻ്റെ ഒരു ഷോർട്ട് കട്ടും കൂടി ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു KV × 1.4 ചെയ്തതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കാണാം 5, 7.5, 10, 12.5, 15, 20 അങ്ങനെ ഓരോ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഏതിലും നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ സപ്പോസ് 5 kVയുടെ കറണ്ട് 5 × 1.4 7 ആംപിയർ കിട്ടുന്നുണ്ട്. അത് തന്നെ ഇപ്പോൾ ഒരു 40ൻ്റെ പരീക്ഷിച്ചാൽ 40 × 1.4 56 കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കറണ്ടിൻ്റെ വാല്യൂ അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ടായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് ഏതിനും നമുക്ക് പരീക്ഷിക്കാം. ഇപ്പോൾ 400ൻ്റെ അതേപോലെ വരുന്നുണ്ട്, 400 × 1.4 560 ആംപിയർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, 500 × 1.4 700 ആംപിയർ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സിമ്പിളാണ്, നമുക്ക് നോക്കി വയ്ക്കാൻ പറ്റും. പിന്നെ ചില കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഇതിൽ കേബിൾ സൈസ് AYFI കേബിൾ, അതായത് അലുമിനിയം കേബിളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 kV മുതൽ 20 kV വരെയുള്ള ജനറേറ്ററുകൾക്ക് 10 സ്ക്വയർ mm AYFI കേബിളാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ 10 സ്ക്വയർ mm സൈസ് വരുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എർത്തിങ്ങിൻ്റെ വിശദമായിട്ടുള്ള പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടി പറയാം. ഇപ്പോൾ 10 സ്ക്വയർ mm അലുമിനിയത്തിന് തത്തുല്യം, 10 സ്ക്വയർ mm അലുമിനിയത്തിന് തത്തുല്യോ അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള കോപ്പർ ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇതിൽ മനസ്സിലാക്കുക, സർക്കാർ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ 20 kV വരെയുള്ള 3 ഫേസ് ജനറേറ്ററുകൾക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അതിനുശേഷം 25 കഴിഞ്ഞ് പിന്നെ 25 30 kVക്കൊക്കെ 16 സ്ക്വയർ mm കേബിൾ തന്നെയാണ്. അതേപോലെ അതിൻ്റെ എർത്തിങ്ങും 16 സ്ക്വയർ mm തന്നെ തത്തുല്യമായിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ അതങ്ങനെ പോയി നമ്മുടെ 75 kV DG മുതൽ നമുക്ക് റൗണ്ട് കണ്ടക്ടറിന് പകരം നമ്മൾ സ്ട്രിപ്പ് ഉപയോഗിക്കാനാണ് ഇവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 25/3 സ്ട്രിപ്പ് ഉപയോഗിക്കണം എന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത് എർത്തിങ്ങിന് വേണ്ടി. കേബിളാണെങ്കിൽ 95 സ്ക്വയർ mm സിംഗിൾ റൺ കേബിൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ 200 kVയുടെ DG ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് 2 റൺസ് ഓപ്ഷൻ വരുന്നുണ്ട്. 2 റൺസ് 120 ഇടുക. അതിൻ്റെ എർത്തിങ് അല്ലാത്തതിന് ഇനി 75 മുതൽ ബാക്കി ഏത് വന്നാലും 25/3 ആണ് ഉപയോഗിക്കേണ്ടത്. 1000 ഒക്കെ എത്തുമ്പോൾ 25/6 ഉപയോഗിക്കണ കാണാം, കോപ്പർ ഉപയോഗിക്കുന്ന കാണാം. പിന്നെ അതുമാത്രമല്ല, ഇതിൽ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 82.5 kV വരെയുള്ള DGക്കാണ് MCB ഓർ MCCB എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിട്ട് കാണുന്നത്. അതായത് അതിനുശേഷം MCCB മാത്രമാണ് ഓപ്ഷൻ. 100 kV മുതൽ MCCB തന്നെ നമ്മൾ ഉപയോഗിക്കണം പ്രൊട്ടക്ഷന് വേണ്ടി, MCB വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പിന്നെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അതിൽ മീറ്റേഴ്സ് എല്ലാം ആമീറ്ററും വോൾട്ട്മീറ്ററും ഫ്രീക്വൻസി മീറ്ററും എനർജി മീറ്ററൊക്കെ എന്തായാലും വേണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അതിൻ്റെ ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം 500 kV മുതൽ നമ്മൾ MCCB മാറി നമുക്ക് ACB ആണ് ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് കാണാം. ഇതിൻ്റെ അകത്ത് ACB വിത്ത് എർത്ത് ഫാൾട്ട് റിലീസ്, അതായത് MCCB ആണെങ്കിൽ സ്റ്റാൻഡ് ബൈ ലോസറ്റ് എർത്ത് ഫാൾട്ട് റിലേ വേണം. CT ന്യൂട്രൽ ഇടേണ്ട അവസ്ഥ അതിലുണ്ട്. ഇതിലും അത് തന്നെ ലോസറ്റ് എർത്ത് ഫാൾട്ട് റിലേയും പിന്നെ CT ന്യൂട്രൽ ഇടുന്ന കേസുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ 500 kV മുതൽ അമീറ്ററും വോൾട്ട് മീറ്ററും ഫ്രീക്വൻസി മീറ്ററും എനർജി മീറ്ററും കൂടാതെ പവർ ഫാക്ടർ മീറ്ററും പിന്നെ KV അറിയാനുള്ള മീറ്ററും KW കിലോ വാട്ട് അറിയാവുന്ന മീറ്ററും നമുക്ക് വേണമെന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേബിളിൻ്റെ സൈസുകളും അതനുസരിച്ച് കൂടുന്ന കാണാം. 750 kVക്ക് A2XFI 4H400 ഉപയോഗിക്കണം, അല്ലെങ്കിൽ ബെസ്റ്റ് ബാർ ട്രങ്കിങ്. 750 മുതൽ ബെസ്റ്റ് ബാർ ട്രങ്കിങ് ആണ് പറയുന്നത്. കേബിൾ അല്ലെങ്കിൽ ബെസ്റ്റ് ബാർ ട്രങ്കിങ് എന്നുള്ളൊരു ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നോക്കണം. പിന്നെ ലാസ്റ്റ് പറയുന്നത് 1000 kV എബവ് വരുമ്പോഴത്തേക്കും ACB ആണ് നമ്മൾ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കേണ്ടത്. തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉള്ളത് വേണം. പിന്നെ ഓവർ വോൾട്ടേജും ഓവർ കറണ്ട് റിലേയും വേണം, അണ്ടർ വോൾട്ടേജ് വേണം, നെഗറ്റീവ് സീക്വൻസ് തന്നെ വേണം, പിന്നെ ലോസറ്റ് എർത്ത് ഫാൾട്ട് റിലേ വേണം.
പിന്നെ റെസ്ട്രിക്റ്റഡ് ഫാൾട്ട് ഇല്ലെങ്കിൽ ഡിഫറൻഷ്യൽ റിലേ വേണം. പിന്നെ അതുകൂടാതെ ഫ്യൂവൽ ഷട്ട് ഓഫ് ഫെസിലിറ്റീസൊക്കെ വേണം. ഓവർ സ്പീഡ് പ്രൊട്ടക്ഷനും എൻജിനും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആ എർത്തിങ്ങിൻ്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മിനിമം ക്രോസ് സെക്ഷനിൽ ഏരിയ ഓഫ് എർത്തിങ് കണ്ടക്ടർ ഷാൽ ബി 16 സ്ക്വയർ mm എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് കൊറോഷനാണ് പക്ഷം 16 സ്ക്വയർ mm പ്രൊട്ടക്റ്റ് ചെയ്യാത്ത, അതായത് നമ്മൾ ബെയർ കണ്ടക്ടർ ഇടണമെങ്കിൽ 25 സ്ക്വയർ mm വരുന്ന രീതിയിലുണ്ട്. 25 സ്ക്വയർ mm എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ നമ്മളതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് വയർ ഗേജുകളിലായിരിക്കും ചിലപ്പോൾ പ്രൊട്ടക്ഷൻ ഇടുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് വയർ ഗേജ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് വേണം ഉപയോഗിക്കാൻ. നമ്മൾ ഇതെല്ലാം സിംഗിൾ ഫേസിൻ്റെ അല്ല 3 ഫേസിൻ്റെ ഡി ജി ആണ് തന്നേക്കുന്നതെന്ന് ഓർക്കണം. നമുക്ക് 5 kVA ഒക്കെ സിംഗിൾ ഫേസിൻ്റെ ഡി ജിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കറണ്ട് കുറച്ച് വ്യത്യാസം വരും. അതും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. ഞാനിപ്പോൾ ഈ 1.4 എന്ന് പറയുന്ന ഷോർട്ട് കട്ടാണ്. അത് ഒറിജിനലി KVA /√3 × 415 അതിൻ്റെ വോൾട്ടേജാണ് ചെയ്യുന്നത്. മറ്റേതിൽ KVA /230 വരും, /240 നമ്മൾ ചെയ്യേണ്ടി വരും സിംഗിൾ ഫേസ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂ കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു 4 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും നമ്മൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അനുസരിച്ച്. അപ്പോൾ 5 kVയുടെ ഒരു 20 സംതിങ് ആംപിയറൊക്കെ വരാനുള്ള ഒരു ഇതായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മുടെ ആ പ്രൊട്ടക്ഷൻ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ മിനിമം പ്രൊട്ടക്ഷൻ പറഞ്ഞതും അതിൽ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും എന്നാണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് DGയുടെ പാർട്ട്.